മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എസ് കൃഷ്ണ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. ബംഗളൂരുവിലെ വസതിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. 1962 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. 1999 മുതൽ 2004 വരെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇതിനു മുൻപ് നിയമസഭാ സ്പീക്കറായും മറ്റും പ്രവർത്തിച്ചിരുന്നു. 2004 മുതൽ 2008 വരെ മഹാരാഷ്ട്ര ഗവർണറായി. പിന്നീടാണ് 2009 മുതൽ 2012 വരെ UP മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായത്. പിന്നാലെ 2017 കോൺഗ്രസ് വിട്ട് കൃഷ്ണ BJPയിൽ ചേർന്നിരുന്നു. കർണാടകയെ IT ഹബ്ബാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു എസ് കൃഷ്ണ. ബംഗളൂരു നഗരത്തിന്റെ വികസനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം സംസ്ഥാനത്തിനൊട്ടാകെ ഗുണം ചെയ്യുമെന്ന് എസ് കൃഷ്ണ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പ് അടക്കം മികച്ച അക്കാദമിക് നേട്ടങ്ങളോടെയാണ് എസ് കൃഷ്ണ വിദേശ പഠനം പൂർത്തിയാക്കിയത്. ശേഷം സുരക്ഷിതമായ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിന് പകരം കർണാടക രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. 2023 രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.